പശ്ചിമേഷ്യൻ മേഖല വീണ്ടും യുദ്ധഭീഷണിയുടെ ചൂടിൽ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആഗോള എണ്ണ വിപണിയിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാകുന്നത്. സംഘർഷാവസ്ഥ രൂക്ഷമാകുന്നതിനനുസരിച്ച് ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയരുകയാണ്. അന്താരാഷ്ട്ര വിപണിയിലെ മാനദണ്ഡമായ ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ വില ഒരു ബാരലിന് $2.4 ഉയർന്ന് $111.43 ഒറ്റ രാത്രിക്കുള്ളിൽ തന്നെ 2.2% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഈ ഉയർച്ചയ്ക്ക് പിന്നാലെ പ്രധാന കാരണം പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വവും രൂക്ഷ ഭീഷണിയും തന്നെയാണ്. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്ക് ചുറ്റിപ്പറ്റിയുള്ള സംഘർഷാവസ്ഥയാണ് ലോക എണ്ണ വിതരണ ശൃംഖലയെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. ലോകത്തിലെ പ്രധാന എണ്ണ ഗതാഗത മാർഗങ്ങളിലൊന്നായ ഈ കടലിടുക്കിലൂടെ ദിനംപ്രതി ലക്ഷക്കണക്കിന് ബാരൽ എണ്ണയാണ് കടന്നുപോകുന്നത്. ഈ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമോ നിയന്ത്രണമോ വന്നാൽ അത് ആഗോള വിപണിയെ നേരിട്ട് ബാധിക്കും. ഇതിനിടെ ഹോർമൂസ് കടലിടുക്ക് കടന്നുപോകുന്ന എണ്ണ ടാങ്കറുകളുടെ നീക്കങ്ങളും ശ്രദ്ധേയമാണ്. ഗൾഫ് മേഖലയിലൂടെ സഞ്ചരിച്ച ഒരു എണ്ണ ടാങ്കർ കപ്പൽ ഇപ്പോൾ ഗുജറാത്ത് തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യ പോലുള്ള വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങൾക്ക് താൽക്കാലിക ആശ്വാസമായിരിക്കാം. എങ്കിലും സമഗ്രമായ അവസ്ഥയിൽ അനിശ്ചിതത്വം തുടരുകയാണ്. നിലവിൽ ഹോർമൂസ് പ്രദേശത്ത് 4 LPG ടാങ്കറുകൾ അനുമതി കാത്തു നിൽക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇവയുടെ ഗ്യാസ് വിതരണത്തിലും വിലയിലും മാറ്റങ്ങൾ വരുത്താൻ ഇടയാകും. ആയതിനാൽ എണ്ണ വില ഉയരുന്നത് പുറമെ ഗ്യാസ് വിപണിയിലും പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. ഇതിനിടെ ഇറാൻ എടുത്തുകൊണ്ടിരിക്കുന്ന നടപടികൾ കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് ഫീസ് ഈടാക്കുന്നത് നിയമവിധേയമാക്കാൻ ഇറാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. യുദ്ധത്തിൽ നേരിട്ടോ സാമ്പത്തിക നഷ്ടങ്ങൾ ഇതുവഴി ഈടാക്കാനാണ് ഈ നീക്കമെന്നതാണ് ഇറാൻ അധികൃതരുടെ നിലപാട്. ഇറാനിലെ പ്രമുഖ വാർത്താമാധ്യമം റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് സർക്കാർ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: യുദ്ധത്തിന്റെ ആഘാതത്തിൽ രാജ്യം നേരിട്ട നഷ്ടം പരിഗണിക്കുന്നതിനായി ഈ നടപടി അനിവാര്യമാണെന്നും അതുവരെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് പണം ഈടാക്കുമെന്നും ഈ തീരുമാനം നടപ്പിലാക്കുകയാണെങ്കിൽ ആഗോള വ്യാപാരത്തിനും എണ്ണ ഗതാഗതത്തിനും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഇതിനോട് കടുത്ത പ്രതികരണവുമായി അമേരിക്ക രംഗത്തെത്തി. ഡൊണാൾഡ് ട്രംപ് തുറന്നടിയായി ഇറാനെ വിമർശിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുകയോ അതിലൂടെ ഗതാഗതം തടസ്സപ്പെടുകയോ ചെയ്താൽ അതിന്റെ ഫലങ്ങൾ ഗുരുതരമായിരിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ട്രംപ് തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യൽ വഴിയാണ് പ്രതികരണം രേഖപ്പെടുത്തിയത്. പതിവ് പോലെ കടുത്ത ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇറാനെതിരെ അസഭ്യപരമായ പരാമർശങ്ങൾ ഉൾപ്പെടുത്തി അദ്ദേഹം കടലിടുക്ക് തുറന്നിടണമെന്ന് ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ നരകതുല്യമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ പ്രതികരണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് അമേരിക്കയുടെ കടുത്ത നിലപാട് സംഘർഷം കൂടുതൽ രൂക്ഷമാകുമെന്ന ആശങ്ക ഉയരുമ്പോൾ മറുവശത്തെ ഇറാന്റെ നീക്കങ്ങൾ ആഗോള സമാധാനത്തിനും വ്യാപാരത്തിനും ഭീഷണിയാണെന്ന വിലയിരുത്തലും ശക്തമാണ്. ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രണ വിധേയമാക്കാനുള്ള ഇറാന്റെ ശ്രമം വിജയിച്ചാൽ അത് ലോക വ്യാപാര ചരിത്രത്തിലെ നിർണായക മാറ്റമായി മാറും. കാരണം ലോകത്തിലെ എണ്ണയുടെ വലിയൊരു വിഹിതം ഈ വഴിയിലൂടെ തന്നെയാണ് കടന്നുപോകുന്നത്. ആയതിനാൽ ഇവിടെ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾക്ക് ഇടയാകും. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഇത് ഇരട്ട വെല്ലുവിളിയാണ്. ഒരു ഭാഗത്ത് ഉയർന്ന എണ്ണവില രാജ്യത്തിന്റെ സാമ്പത്തിക ഭാരവും വിലക്കയറ്റവും വർദ്ധിപ്പിക്കും. മറുവശത്ത് വിതരണ ശൃംഖലയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഊർജ്ജ സുരക്ഷയെ തന്നെ ബാധിക്കും. ഇത്തരം സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം സമാധാനപരമായ പരിഹാരങ്ങൾ തേടേണ്ടത് അത്യാവശ്യമാണ്. നയതന്ത്രപരമായ ഇടപെടലുകളും ചർച്ചകളും മാത്രമേ ഈ പ്രതിസന്ധിയിൽ നിന്നും ലോകത്തെ രക്ഷിക്കാൻ കഴിയൂ. യുദ്ധവും സംഘർഷവും തുടർന്നാൽ അതിന്റെ ആഘാതം ഓരോ രാജ്യത്തെയും മാത്രമല്ല ലോകമെമ്പാടും ബാധിക്കും. അതിനിടെ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതിനായി ഒമാനും ഇറാനും തമ്മിൽ ഉന്നതതല ചർച്ച നടത്തിയിരുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധഭീഷണി എണ്ണവില ഉയർച്ചയ്ക്കും വ്യാപാര അനിശ്ചിതത്വത്തിനും കാരണമായി മാറിയിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ സ്ഥിതിഗതികൾ അടുത്ത ദിവസങ്ങളിൽ എങ്ങനെ മാറുമെന്നത് ലോകം ഉറ്റുനോക്കുന്നത്. സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമോ അതോ സംഘർഷം കൂടുതൽ രൂക്ഷമാകുമോ എന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ഭാവിയെ തന്നെ നിർണ്ണയിക്കും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.